S4 നമ്മുടെ പുതിയ സ്കീമിലുള്ള മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് നമുക്കറിയാം. അതിൻ്റെ നമ്മൾ പഠിക്കുന്ന പോർഷൻ നമ്മുടെ ഗ്രാഫ് തിയറിയുടെ പോർഷനാണ്. അപ്പോൾ ഗ്രാഫ് തിയറിയുടെ മുന്നേ നമുക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ടില്ല. ഇപ്പോൾ ഗ്രാഫ് തിയറിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനാണ് ജനുവരി 2026 അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ വെക്കുന്നത്. ഇതാണ് അതിൻ്റെ പാർട്ട് എയിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഒഴിവായി വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ പഴയ സ്കീമിലെ മൊഡ്യൂൾ 4 ഈ ഒരു സ്കീമിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതിനകത്ത് 7, 8 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒഴിവാകും. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഉണ്ടാവും. First question, consider an electrical circuit containing 11 elements and 6 nodes. What is the minimum number of elements that must be removed so as to make the network circuitless? നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് നോട്ട്സ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 11. നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് പ്രോബ്ലം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ നോട്ട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം വെർട്ടീസുകൾ തന്നെ, അല്ലെങ്കിൽ ജംഗ്ഷൻസ് തന്നെ. ഇനി അതിൽ നെറ്റ്വർക്കിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മുടെ ഓരോ എഡ്ജസിലായിരിക്കും ഓരോ എലമെൻറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് പോവാം. അപ്പോൾ ഈ എലമെൻറ്റ്സ് നമുക്ക് എന്തിനാണ് അനലോഗസ് ആയിട്ട് എടുക്കാം? എഡ്ജസിന് അനലോഗസ് ആയിട്ട് എടുക്കാം. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എഡ്ജസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 11 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് മിനിമം എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് സർക്യൂട്ട്ലെസ് ആക്കാം. അപ്പോൾ ഒരു നെറ്റ്വർക്ക് സർക്യൂട്ട്ലെസ് ആക്കണമെങ്കിൽ അസൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബിക്കം എ ട്രീ. കണക്റ്റഡ് ആണെങ്കിൽ അത് ട്രീ ആയിരിക്കും മാറണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് സർക്യൂട്ട്ലെസ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഫോർ എ കണക്റ്റഡ് ഗ്രാഫ് ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് വിത്തൗട്ട് സർക്യൂട്ട്സ് ഈക്വൽ ടു n-1. ഒരു n വെർട്ടീസ് ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് സർക്യൂട്ട് ഇല്ലാണ്ട് മാക്സിമം എത്ര എഡ്ജസ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു n-1. നമുക്കിവിടെ 6 നോട്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് വിത്തൗട്ട് സർക്യൂട്ട്സ് എന്തായിരിക്കും? 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ നമുക്ക് 11 എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 എഡ്ജസ് നമുക്ക് മാക്സിമം ഈ 6 നോട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഇൻകോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്യൂട്ട്ലെസ് ആയിട്ട് നെറ്റ്വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അവിടെ 5 എലമെൻറ്റ്സിൻ്റെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി 11 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ നമ്മൾ റിമൂവ് ചെയ്യണം. സോ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി റിമൂവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11 എലമെൻറ്റ്സിൽ നിന്ന് 5 എണ്ണം നമുക്ക് കീപ്പ് ചെയ്യാം, ബാക്കിയുള്ളതിനെ ഒഴിവാക്കുക. സോ ദാറ്റ് ഈസ് 11 - 5 ഈക്വൽ ടു 6 ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പോൾ 6 എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് സർക്യൂട്ട്ലെസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ് സർക്യൂട്ട് മെട്രിക്സ് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്. നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. അതിനകത്ത് 3 വെർട്ടീസ് A, B ആൻഡ് D. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓരോ റോയും ഓരോ സർക്യൂട്ടിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ എഡ്ജസിനെ ആയിരിക്കും. ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 3 സർക്യൂട്ട്സ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് സർക്യൂട്ട് C1 എന്ന് പറഞ്ഞാൽ 1 ഉം 2 ഉം എഡ്ജസ്, അതായത് ഈ കാണുന്നത് 1 and 2. ഇനി സെക്കൻഡ് സർക്യൂട്ട് ഈസ് 1, 3, 4. അപ്പോൾ 1, 3 and 4. ഇതുപോലെ തേർഡ് സർക്യൂട്ട് ഈസ് 2, 3, 4. ദാറ്റ് ഈസ് 2, 3 and 4. അപ്പോൾ നമുക്ക് 3 സർക്യൂട്ട്സ് കിട്ടി. നമുക്ക് എഡ്ജസ് 4 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര സർക്യൂട്ട്സ് ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റോസ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ എത്ര കോളംസ് ഉണ്ട് അത്ര കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഡ്ജസ് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ 3 സർക്യൂട്ട് ആയതുകൊണ്ട് C1, C2, C3. നമുക്ക് 4 എഡ്ജ് ആയതുകൊണ്ട് 1, 2, 3 and 4. ഇനി ഫസ്റ്റ് സർക്യൂട്ടിൽ ഏതെല്ലാം എഡ്ജസ് ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ 1 എന്ന് പറഞ്ഞ എൻട്രി കൊടുക്കുക, അല്ലാത്തവർക്ക് 0 കൊടുക്കുക. ഇനി C1 എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ 1 ഉം 2 ഉം എഡ്ജസ് ആണുള്ളത്. അതുകൊണ്ട് 1 നും 2 നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എൻട്രീസ് 1 മാർക്ക് ചെയ്തു, ബാക്ക് രണ്ടും 0. ഇനി C2 എന്ന് പറഞ്ഞ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 3, 4 എഡ്ജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 1ലും 3ലും 4ലും നമ്മൾ 1 മാർക്ക് ചെയ്തു, 2ൽ 0 എൻട്രി ചെയ്തു. ഇനി തേർഡ് സർക്യൂട്ട് C3. അപ്പോൾ അതിനകത്ത് 2, 3, 4 എഡ്ജസ് ആണുള്ളത്. അപ്പോൾ C3ൽ 2നും 3ക്കും 4നും കറസ്പോണ്ടിങ് ആയിട്ട് 1 മാർക്ക് ചെയ്യുക, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 മാർക്ക് ചെയ്യുക, ബിക്കോസ് 1 എന്ന് പറഞ്ഞാൽ എഡ്ജ് ഈ സർക്യൂട്ടിലില്ല. അപ്പോൾ ദിസ് ഈസ് ദ സർക്യൂട്ട് മെട്രിക്സ് ഓഫ് ദ പർട്ടിക്കുലർ ഗ്രാഫ്. യൂസിങ് Prim's algorithm, find the minimum spanning tree for the graph pillar. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിനിമൽ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കണം യൂസിങ് Prim's algorithm എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് V1, V2, V3, V4, V5, V6 6 വെർട്ടീസുകൾ കാണാം. ഇനി അതുപോലെ തന്നെ എഡ്ജസ് നമുക്ക് കുറേ എണ്ണം കാണാം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് മാത്രം നമുക്ക് മാർക്കിംഗ് ഇല്ലാണ്ട് കാണാം. അത് ബൈ ചാൻസ് ക്വസ്റ്റ്യനിൽ മിസ്സായി പോയതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാണ്ടല്ലതില്ല എന്ന് കരുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ എഡ്ജസിനും വെയിറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും നമുക്ക് എല്ലാത്തിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എഡ്ജിന് നമുക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം തൽക്കാലം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന ഈ മെട്രിക്സ് ഉണ്ടല്ലോ, റോയിലും കോളത്തിലും നമ്മളുടെ വെർട്ടീസുകളാണ് നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത്. സോ V1, V2, V3, V4, V6. അതുപോലെ കോളത്തിലും എന്ത് ചെയ്തു, V1 to V6 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ടേബിളിനുള്ളിൽ എൻ്റർ ചെയ്യുക നമ്മളുടെ
ഈ വെർട്ടീസുകൾ തമ്മിൽ എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ വെയിറ്റാണ് നമ്മളതിനെ റിപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ V1 to V1 എഡ്ജ് ഇല്ല, 0. ഇനി V1 to V2 എഡ്ജ് ഉണ്ട്, അവിടെ വെയിറ്റ് 1 ആണ്. സോ V1 to V2 വെയിറ്റ് 1 കൊടുത്തു. ഇനി V1ന് നെക്സ്റ്റ് എഡ്ജ് ഉള്ളത് V6ലേക്കാണ്. സോ V1 to V6 3. സോ V1ൽ നിന്ന് V6ലേക്ക് 3. ബാക്കിയുള്ളതൊക്കെ 0 കൊടുത്തു. എന്നുവെച്ചാൽ ബാക്കിയുള്ള വെർട്ടീസുകളിലേക്കൊന്നും അതിന് എഡ്ജില്ല. ഇനി സെക്കൻഡ് വെർട്ടിക്സ് V2 നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ ആകുമ്പോൾ V1ലേക്കുണ്ട് 1. അപ്പോൾ അതാണ് V1ലേക്കുണ്ട് വെയിറ്റ് ഈസ് 1. നെക്സ്റ്റ് V3ലേക്കുണ്ട് വെയിറ്റ് ഈസ് 6. V3ലേക്ക് വെയിറ്റ് 6 കൊടുത്തു. ഇനി V5ലേക്കുണ്ട്, നമുക്കതിന് എൻട്രിയില്ല, അവിടെ നമ്മൾ മാർക്ക് ചെയ്യണില്ല. V2ൽ നിന്ന് V6ലേക്കുണ്ട് വെയിറ്റ് ഈസ് 5. സോ V2ൽ നിന്ന് V6ലേക്കുണ്ട് വെയിറ്റ് ഈസ് 5. നെക്സ്റ്റ് വെർട്ടെക്സ് V3 നമ്മൾ കൺസിഡർ ചെയ്യണം. V3ലാണെങ്കിൽ V2ലേക്കുണ്ട് വെയിറ്റ് 6. അതാണ് ഈ കാണുന്ന 6. ഇനി V4ലേക്ക് വെയിറ്റ് ഈസ് 2. അപ്പോൾ V4ൽ വെയിറ്റ് 2. ദെൻ V5ലേക്ക് വെയിറ്റ് 4. അപ്പം അതാണ് തേർഡ് റോ. ഇനി നെക്സ്റ്റ് ഫോർത്ത് വെർട്ടെക്സ് V4 നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ നമുക്ക് 2 എഡ്ജസ് ആണുള്ളത്. V3ലേക്ക് 2. അപ്പോൾ V4ൽ V3ലേക്ക് 2. ഇനി നെക്സ്റ്റ് V4ൽ നിന്ന് V5ലേക്ക് 4. V4ൽ നിന്ന് V5ലേക്ക് 4. നെക്സ്റ്റ് വെർട്ടെക്സ് ഈസ് V5. ഇനി V5ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം V4ലേക്ക് 4 ഓൾറെഡി മാർക്ക് ചെയ്യാം, നമുക്ക് തിരിച്ചു അത് മാർക്ക് ചെയ്യാം. സോ V5 to V4ലേക്ക് 4 ഉണ്ട്. അതുപോലെ V5 to V3ലേക്കും 4 ഉണ്ട്. അതാണ് V5 to V3 4. ദെൻ V5 to V6ൽ 1 ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ലാസ്റ്റ് വെർട്ടെക്സ് ഈസ് V6. V6ൽ V6 to V5 1 ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇനി V6 to V1 3 ഉണ്ട്. അതിവിടെ കൊടുത്തു. ഇനി V6 to V2 5 ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള റോസ്, ബാക്കിയുള്ള എലിമെൻറ്റ്സ് 0. നമ്മൾ മെട്രിക്സ് ഫസ്റ്റ് ഫോം ചെയ്തു. ഇനി നമ്മൾ ആദ്യം V1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. V1 മുതൽ ബാക്കി എല്ലാ വെർട്ടെക്സിലും കടന്നിട്ട് നമ്മൾ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ V1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി V1ലെ റോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മിനിമം വെയിറ്റുള്ള എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കുക. V1ലെ 2 എഡ്ജസ് ആണുള്ളത്. ഒന്ന് V1 എന്ന് പറഞ്ഞ വെയിറ്റ്, 3 എന്ന് പറഞ്ഞ വെയിറ്റ്. അപ്പോൾ ഇതിൽ മിനിമം വെയിറ്റ് 1 ആയതുകൊണ്ട് നമ്മൾ 1 ചൂസ് ചെയ്തു. അതിന് നമ്മൾ മിനിമം സ്പാനിങ് ട്രീയിലേക്ക് ആഡ് ചെയ്തു. സോ V1 V2 നമ്മൾ ആഡ് ചെയ്തു, അതിൻ്റെ വെയിറ്റ് 1. അപ്പം V1ഉം V2ഉം ഓൾറെഡി നമ്മുടെ സ്പാനിങ് ട്രീയിലേക്ക് ഇൻകോപ്പറേറ്റഡ് ആയി. സോ V1 V2 ആണ് ഈ കാണുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഈ 2 വെർട്ടീസുകളുണ്ടല്ലോ, ഈ 2 പേരുടെയും റോസ് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും മിനിമം ആയിട്ടുള്ള നെക്സ്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ V1ൻ്റെ റോയിൽ നമ്മൾ കണ്ടത് 1ഉം 3ഉം ആയിരുന്നു. V2ൻ്റെ റോയിൽ 1 6 5 ആണ്. ഇപ്പോൾ ഈ 1 നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് ഇനി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ V1ൻ്റെയും V2ൻ്റെയും റോസ് എടുക്കുന്നു. അതിന് ഇനി മിനിമം ഏതാ, ഇവിടെ 6 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ മിനിമം എന്ന് പറഞ്ഞാൽ ഈ 3 ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ V6 ആഡ് ചെയ്യുന്നു. സോ V1 to V6 അതാണ് ഈ കാണുന്നത്. V1 to V6 ആഡ് ചെയ്തു, വെയിറ്റ് ഈസ് 3. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഗ്രാഫിൽ അല്ല മിനിമം സ്പാനിങ് ട്രീയിൽ V1 V2 V6 ഉണ്ട്. അപ്പോൾ ഈ 3 റോസ് നമ്മൾ കൺസിഡർ ചെയ്യുക, അതിൽ നിന്ന് മിനിമം നെക്സ്റ്റ് ചൂസ് ചെയ്യുക. ഇനി V1ൽ നമ്മൾ ഓൾറെഡി 1ഉം 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ V1ൽ ഒന്നും നോക്കാനില്ല. ഇനി V2ഉം V6ഉം ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. V2ൻ്റെ അകത്ത് നമുക്കിവിടെ 6 ഉണ്ട്, 5 ഉണ്ട്. ഇനി V6ൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 3 5 1 ഉണ്ട്. അപ്പോൾ അതിൽ മിനിമം ആരാണ്, ഈ 1 ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ V5 V6 എഡ്ജ് ആഡ് ചെയ്യുന്നു. സോ V6ൽ നിന്ന് V5ലേക്ക് അടുത്ത എഡ്ജ് ആഡ് ചെയ്തു, വെയിറ്റ് ഈസ് 1. അപ്പോൾ V1 V2 V5 V6 ഓൾറെഡി നമ്മുടെ മിനിമം സ്പാനിങ് ട്രീയിൽ വന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് 4 റോസ് നോക്കണം. V1ൻ്റെ V2ൻ്റെ V5ൻ്റെ V6ൻ്റെ. ഇനി V1ൻ്റെ റോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 1ഉം 3ഉം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ V2ൻ്റെ റോ നോക്കുകയാണെങ്കിൽ നമ്മൾ 1 ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു, ഈ ഒരു എഡ്ജ്. നെക്സ്റ്റ് കാണുന്നത് ഇവിടെ V3ലേക്ക് ഒരു 6ഉം ഉണ്ട്, V6ലേക്ക് ഒരു 5ഉം ഉണ്ട്. അപ്പോൾ ഈ 5ഉം 6ഉം ആണ് നമുക്ക് V2ൽ ആഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ V5ൻ്റെയും V6ൻ്റെയും കേസിലാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. സോ V5ൻ്റെ കേസിൽ നമ്മൾ ഈ V6ലേക്കുള്ള 1 ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഈ 2 4 നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് V6ൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 3ഉം 1ഉം ഓൾറെഡി ആഡഡ് ആണ്. പിന്നെ ബാക്കിയുള്ള എന്താ മാത്രമാണ്, ഈ 5 മാത്രമാണ്. അപ്പോൾ ഈ 5 ദെൻ ഈ 6 പിന്നെ ഈ 2 4 പിന്നെ ഈ ഒരു 5 ഇത്രയാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. 2 പേർക്ക് 4 നമുക്ക് കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് 1 നമ്മൾ ചൂസ് ചെയ്യുന്നു. സോ V5 to V3 വെയിറ്റ് 4 ആണ്. അതാണ് ആഡ് ചെയ്തേക്കുന്നത്. V5 to V3 ദാറ്റ് വെയിറ്റ് ഈസ് 4. അപ്പോൾ V3യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇനി നോക്കണം V1 V2 V3 V5 V6ൽ മിനിമം നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മിനിമം എന്ന് വെച്ചാൽ 4 ആണ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് V3 ആണ്. ഈ V3 നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്ത് വാല്യൂ ഉണ്ട്, 2 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ 4നേക്കാളും ചെറുതാണല്ലോ 2. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് എന്താ ആഡ് ചെയ്യാം, ഈ V4നെ അവിടെ ആഡ് ചെയ്യാം. സോ V3 V4 ആയിട്ട് നമ്മൾ 2ഉം കൂടി ആഡ് ചെയ്തു. സോ ദിസ് ഈസ് ദ മിനിമൽ സ്പാനിങ് ട്രീ. ഫസ്റ്റ് V1 V2 1, പിന്നെ അതിന് മിനിമം നെക്സ്റ്റ് മിനിമൽ വെയിറ്റ് V1 to V6 കിട്ടി. പിന്നെ ഈ 3 എടുത്തിട്ട് അതിൽ നിന്ന് നെക്സ്റ്റ് മിനിമലാണ് V5ലേക്കുള്ള 1 കിട്ടി.
പിന്നെ ഈ 4 എടുത്തു, 4 വെർട്ടെക്സും എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് നെക്സ്റ്റ് മിനിമം വാല്യൂ 4 കിട്ടി ഫ്രം ടു V3. പിന്നെ ഈ 5 വെർട്ടീസുകളിൽ നിന്ന് നെക്സ്റ്റ് മിനിമൽ വാല്യൂ ദാറ്റ് ഈസ് 2 ടു V4. അപ്പോൾ ഇതാണ് നമ്മളുടെ മിനിമൽ സ്പാനിങ് ട്രീ. മിനിമൽ സ്പാനിങ് ട്രീ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 + 3 + 1 + 4 + 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക.